കോട്ടയം ഏറ്റുമാനൂരിൽ കാണാതായ അതിരമ്പുഴ പഞ്ചായത്ത് അംഗം ഐസി സാജനെയും 2 പെൺമക്കളെയും കണ്ടെത്തി. എറണാകുളത്തെ ലോഡ്ജിൽ നിന്നുമാണ് 3 പേരെയും കണ്ടെത്തിയത്. ഭർത്തൃവീട്ടുകാരുമായുള്ള സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് യുവതി മക്കളുമായി വീട് വിട്ടത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇതെപ്പോഴായിരുന്നു കണ്ടെത്താൻ കഴിഞ്ഞത്? ഇവരെ എന്ത് കാരണത്താലാണ് ഇപ്പോൾ വീട് വിട്ട് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്? ഭർത്തൃവീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്? അഖില, ഇന്ന് രാവിലെ മുതലാണ് ഈ അതിരമ്പുഴ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഐസിയെയും 2 പെൺമക്കളെയും കാണാതായതായിട്ട് പരാതി ലഭിക്കുകയുണ്ടായത്. തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് അവിടെയുള്ള ഒരു ലോഡ്ജിൽ നിന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ഈ യുവതിയെയും പെൺമക്കളെയും കണ്ടെത്താനായിട്ട് ഏറ്റുമാനൂർ പോലീസിന് സാധിച്ചത്. നിലവിൽ അവരെ കൂട്ടി കോട്ടയത്തേക്ക് പോലീസ് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ യുവതി ഭർത്തൃ വീട്ടുകാർക്കെതിരായിട്ട് പരാതി ഏറ്റുമാനൂർ പോലീസിൽ നൽകിയിരുന്നു. അതായത് ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു, സാജൻ. അതിനുശേഷം ഭർത്തൃ വീട്ടിൽ വലിയ മാനസിക പീഡനങ്ങൾ ഇവർ അനുഭവിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള പരാതിയായിരുന്നു. മാത്രമല്ല, ഇവർക്ക് ജീവനാംശം ലഭിക്കണം, അല്ലെങ്കിൽ സ്വത്ത്, കുട്ടികൾക്ക് കൂടിയുള്ള സ്വത്ത്, അവർക്ക് അനുഭവപ്പെട്ട സ്വത്ത് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കൊണ്ട് ഇവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ജീവനാംശം വാങ്ങി നൽകാം എന്നുള്ള ധാരണയിൽ പറഞ്ഞു വിടുകയായിരുന്നു. എന്നാൽ ഇതിന് ശേഷം ഇവർക്ക് ജീവനാംശം ലഭിക്കാൻ വൈകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ യുവതി ഫേസ്ബുക്കിൽ ഒരു വിശദമായിട്ടുള്ള പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരെ കാണാതാകുന്നത്. എന്തായാലും നിലവിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി കോടതിയിൽ കോട്ടയം ഏറ്റുമാനൂരിൽ കാണാതായ അതിരമ്പുഴ പഞ്ചായത്ത് അംഗം ഐസി സാജനെയും പെൺമക്കളെയും കണ്ടെത്തിയിരിക്കുന്നു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.